ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, നമ്മുടെ ബ്ലഡ് വെസൽസിനുണ്ടാക്കുന്ന ബ്ലോക്കുകൾ ഇതിപ്പോൾ വളരെ കോമൺ ആയിട്ട് 30കളിലും 40കളിലുമുള്ള ആളുകളുടെ പോലും ജീവൻ അപഹരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കുമൊക്കെ എല്ലാവർക്കും അതിനുള്ളൊരു സാധ്യതയുണ്ട്. ജനിതകമായിട്ട് അങ്ങനെ പ്രത്യേകതകളുള്ള പേരൻസിനോ അവരുടെ സഹോദരങ്ങൾക്കോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമുക്കും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എനിക്കും അങ്ങനെയുള്ള സാധ്യതകൾ ഏറെ ആയതുകൊണ്ട് ഇങ്ങനെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളും അതിനുവേണ്ടി ഞാൻ കുടിക്കുന്ന ഒരു ജ്യൂസുമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും പ്രധാനപ്പെട്ട കാരണം. ഇത് രണ്ടും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ജീവൻ അപഹരിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഈ ക്ലോട്ട് തന്നെ രണ്ട് തരത്തിലുണ്ട്. സ്റ്റേബിളായിട്ടുള്ള ബ്ലോക്ക്, അത് നല്ല കട്ടിയുള്ള ചെറിയ മുനമ്പ് പോലുള്ള ബ്ലോക്കുകളായിട്ടുണ്ടാവും. അത് വലിയ വലിപ്പം കൂടിയ ബ്ലോക്കാണെങ്കിലും ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇരുന്നു എന്ന് വരാം. എന്നാൽ ചിലത് കുഞ്ഞു ബ്ലോക്കായിരിക്കും. അത് ചിലപ്പോൾ ഉള്ളിൽ പഴുപ്പ് നിറയുന്നത് പോലെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന രീതിയിലുള്ള ബ്ലോക്കുണ്ട്. അപ്പോൾ അവിടെ പ്ലേറ്റ്ലെറ്റ്സ് പോയി അഗ്രഗേറ്റ് ചെയ്യും. അവിടെ ബ്ലഡ് സെൽസ് എല്ലാം വന്ന് അതിൻ്റെ കൂടെ അടിഞ്ഞുകൂടി അതിൽ കൂടുതലായിട്ട് വലിയ ബ്ലോക്ക് ഉണ്ടാക്കുകയും ആ രക്തക്കുഴൽ മുഴുവനായിട്ടും ബ്ലോക്ക് ആവുന്നതോടുകൂടി അത് സപ്ലൈ ചെയ്യുന്ന ഏരിയയിൽ ഇൻഫാർക്ഷൻ അല്ലെങ്കിൽ ആ കോശങ്ങളുടെ നാശം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഹാർട്ടിൻ്റെ ഒരു ഭാഗം അങ്ങ് നിർജീവ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഹൃദയം മുടന്തിയേ മിടിക്കത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കാവുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചിലപ്പോൾ ബൈപ്പാസോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ അത് വലിയ ബ്ലോക്കിലോട്ട് പോകാതെ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് ഭക്ഷണത്തിലാണെങ്കിലും എക്സസൈസിലാണെങ്കിലും നമ്മുടെ സ്ട്രെസ് റിലീഫിലാണെങ്കിലും ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറക്കക്കുറവ് പോലും നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സ്മോക്കിംഗ്, ആൽക്കഹോൾ വളരെ കർശനമായിട്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. സ്മോക്ക് ചെയ്യുന്നത് ഈ രക്തക്കുഴലുകളെ വീണ്ടും ചുരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ആൽക്കഹോൾ ആണെങ്കിലും നമ്മുടെ മസിൽസിനെ എല്ലാം ഒരുപാട് ഒരു പരുങ്ങിയ അവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഭക്ഷണത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനം അതിനുള്ള ഒരു ജ്യൂസാണ്. ABC ജ്യൂസ് എന്നാണ് അതിന് പറയുക. അത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത് മൂന്നും അടങ്ങിയിട്ടുള്ളൊരു ജ്യൂസാണ്. അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് കുടിച്ചെന്നാൽ നമുക്ക് നല്ല ഫൈബർ കണ്ടൻറ്റ് സപ്ലൈ ചെയ്യാം. ഈ ബീട്രൂട്ടിനകത്ത് ഒരുപാട് കരോട്ടിനോയിഡ്സ് ഉണ്ട്. ബീട്രൂട്ടിലും ക്യാരറ്റിലും നല്ല ബ്രൈറ്റ് കളേർഡ് ഫ്രൂട്ട്സിലെല്ലാം ലൈക്കോപ്പീൻ, കരോട്ടിനോയിഡ്സ് തുടങ്ങിയ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന സാധനങ്ങളാണ്. അതുമാത്രമല്ല ഇതിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് നല്ല ഒരു ചൂല് പോലെ നമ്മുടെ ആമാശയത്തെയും കുടലിനെയും എല്ലാം അടിച്ച് വൃത്തിയാക്കി പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നതാണ്. നമുക്ക് വയറ്റിൽ നിന്ന് പോകുമ്പം അതിലൊരല്പം ചുവപ്പ് നിറം പോലും കണ്ടു എന്ന് വരാം. അത് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. അത് രക്തമൊന്നുമല്ല, ബീട്രൂട്ടിലുള്ള ചില കണ്ടൻറ്റ് തന്നെയാണ് നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് സമാധാനിക്കാം, നമ്മുടെ വിസർജ്യമായിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റ്സ് എല്ലാം നന്നായിട്ട് പുറന്തള്ളുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മൾ ഓയിലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ഏറ്റവും നല്ല ഓയിലായിട്ട് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇപ്പോൾ ഒലീവ് ഓയിലും നല്ലൊരു ഓയിലാണ്. നമ്മൾ വെജിറ്റബിൾ ബേസ്ഡ് ഓയിൽസ് ആയിട്ടുള്ള ഇപ്പോൾ സൺഫ്ലവർ ഓയിലും മറ്റു തരത്തിലുള്ള ഓയിലും ഒക്കെ അത് സൺഫ്ലവറുമായിട്ട് പുലബന്ധം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒരുപാട് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഈ കൊളസ്ട്രോൾ കൂട്ടുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉള്ളിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡാൽഡ പോലുള്ള സാധനങ്ങൾ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഒത്തിരി കൂടിയിട്ടുള്ള വെജിറ്റബിൾ ബേസ്ഡ് ഓയിൽസ് എല്ലാം നമ്മൾ പരമാവധി ഭക്ഷണത്തിൽ കുറച്ച് നിർത്തുക. അതോടൊപ്പം നമ്മൾ ഒമേഗ 3 കൂടുതലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് പലതരത്തിലുള്ള വിത്തുകളുണ്ട്. ചണവിത്തുകൾ, ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ്സ് ആയിട്ട് കിട്ടുന്നത് പ്യുവർ ഫോമിൽ തന്നെയാണ് എന്നുള്ളത് ആശ്വസിക്കാം.
അതുകൊണ്ട് 1-2 സ്പൂൺ ചണവിത്തുകൾ ഡെയിലി കഴിക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യും. അതേപോലെ നമുക്ക് ഒമേഗ 3 കൂടുതലുള്ള ചെറുമീനുകൾ, മത്തി, അയല പോലുള്ളത് കറി വെച്ച് കഴിക്കുന്നത് ഒരുപാട് സഹായിക്കുന്നതാണ്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് പലതരത്തിലുള്ള വൈറ്റമിൻ K2 കണ്ടെയ്നിങ് ഫുഡ് നമ്മൾ ഉള്ളിലോട്ട് എടുക്കണം എന്നുള്ളത്. പലപ്പോഴും കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ കൂടെ വൈറ്റമിൻ D3 എടുക്കാറുണ്ട്, മഗ്നീഷ്യം എടുക്കാറുണ്ട്. എന്നാൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർ വളരെ കർശനമായിട്ടും വൈറ്റമിൻ K2 കൂടി സപ്ലിമെൻറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം നമുക്കറിയാം, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ബ്ലഡ് എടുത്തിട്ട് അതിലൊരു കാൽഷ്യം ടാബ്ലറ്റ് ഇട്ടെന്ന അത് പെട്ടെന്ന് ഉറഞ്ഞു പോകും. ബ്ലഡ് ക്ലോട്ടാകാനായിട്ടൊരു വലിയ കാരണമാണ് ഈ കാൽഷ്യം. അപ്പോൾ കാൽഷ്യം കൂടുതലായിട്ടുള്ള ഇപ്പം എഗ്സ്, മുട്ട കഴിക്കുന്നത് വളരെ നല്ല രീതിയിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പാലും പാൽ ഉൽപ്പന്നങ്ങളും, ബട്ടർ, ഗീ തുടങ്ങിയവയിൽ, ചീസിൽ ഒക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ K2 ആണെങ്കിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര്, കട്ടത്തൈര്, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പുളിച്ച തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നാൽ ഈ വൈറ്റമിൻ K2 അടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ലിവറുകളിലാണ്. ആനിമൽ ലിവർ, അത് ഗൂസ് ലിവർ, ചിക്കൻ ലിവർ, അതുപോലെ ചിക്കൻ്റെ തൈ തുടങ്ങിയ തൊട, ഇറച്ചി, മീറ്റ് വിഭവങ്ങളിലൊക്കെയാണ് കൂടുതൽ വൈറ്റമിൻ K2 ഉള്ളത്. എന്നാൽ അതൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല അത് ബയോ അവൈലബിൾ ഫോമിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാനായിട്ട് ആവശ്യത്തിന് വൈറ്റമിൻ K2 അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ് എടുക്കുന്നവർ അതിൻ്റെ കൂടെ അത്യാവശ്യമായിട്ടും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു വൈറ്റമിൻ K2 സപ്ലിമെൻറ്റും കൂടി എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നേക്കാം. അത് ഇത്തരത്തിലുള്ള പല വൈറ്റൽ ന്യൂട്രിയൻസിൻ്റെയും അളവ് നമുക്ക് ബ്ലഡിൽ നിന്ന് തിട്ടപ്പെടുത്താനായിട്ട് പറ്റിയ ടെസ്റ്റുകൾ ഇന്നില്ല. ഇനി അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് ആയിരങ്ങൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. നമുക്ക് വൈറ്റമിൻ D3 തന്നെ ഒരു നല്ല എക്സാമ്പിളാണ്. അതിന് 1000 രൂപ ആ ടെസ്റ്റിന് ചിലവ് വരും. എന്നാൽ അതേസമയം 100 രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാം. നമ്മൾ വെയിൽ കൊണ്ടുവന്നാലും വൈറ്റമിൻ D3 അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും ഷർട്ട് ഇടാതെ വെയിൽ കൊണ്ടുവന്നാലേ കുറച്ചെങ്കിലും D3 ഉൽപ്പാദിപ്പിക്കപ്പെടുത്തുള്ളൂ. അത് സ്ത്രീകൾക്കൊന്നും പ്രായോഗികമായൊരു കാര്യമല്ലതാനും. അതേപോലെ വൈറ്റമിൻ E എന്ന് പറയുന്നതും നമ്മുടെ ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതേപോലെ വരുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതെല്ലാം ഒരു കോംബോ പാക്കേജ് പോലെയാണ് വരുന്നത്. അപ്പോൾ അമിതവണ്ണവും ഈ ഫാറ്റി ലിവറും വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. അപ്പോൾ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നേക്കാം. അതുപോലെ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ, ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള സാധ്യത 10 തവണ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനേക്കാൾ 10 ടൈംസ് ഇൻക്രീസ്ഡ് റിസ്ക് ആണ് ഡയബറ്റിക് രോഗിക്ക് ഇത് വരാനുള്ള സാധ്യത. അപ്പോൾ ഡയബറ്റിസ് നല്ല കൺട്രോളിലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. HbA1c എന്ന് പറയുന്ന 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് അറിയുന്ന ടെസ്റ്റ്, അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഒരു 3-4 മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അത് 7-ൽ താഴെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡയബറ്റിക് അല്ലാത്ത ഒരാൾക്ക് അത് HbA1c 5.7-ൽ താഴെയായിരിക്കും. അപ്പോൾ നമ്മൾ മധുരം ഉപയോഗിച്ചില്ലെങ്കിലും വൈറ്റ് ഫ്ലോർ, ഇപ്പം ചോറിന് പകരം ചപ്പാത്തി ആക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ചപ്പാത്തി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ചോറ് ഒഴിവാക്കി ഒരു 4 ചപ്പാത്തി കഴിച്ചെന്നാൽ ഏതാണ്ട് തുല്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ് ഉള്ളിലോട്ട് ചെല്ലുക. കൂടുതൽ തവിടുള്ള ധാന്യാഹാരങ്ങൾ കഴിക്കുക. അത് ഏറ്റവും നല്ലത് മില്ലറ്റ്സ് ആണ്. ഇപ്പം റാഗി ആണെങ്കിൽ പോലും, കുറുമ്പുല്ല്, കുട്ടികൾക്ക് നമ്മൾ കുറുക്കുണ്ടാക്കി കുടിക്കുന്ന സാധനമാണ്. ഇതിലും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ റാഗി ആക്കുന്നതിലും പ്രത്യേകിച്ച് കാര്യമില്ല. അതിന് അല്പം ബ്രൗൺ നിറം ഉണ്ടെന്ന് പറഞ്ഞാലും അതിലും ഫൈബർ കണ്ടൻറ്റ് അത്രയധികം വരുന്നില്ല. ഏറ്റവും നല്ലത് മില്ലറ്റ്സ്, അതിൽ തന്നെ ഫോക്സ്റ്റെയിൽ മില്ലറ്റ്സ്, കുതിരവാലി എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന സാധനമാണ് ഏറ്റവും നല്ലത്. അതേപോലെ തിന, നമ്മൾ പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇതിനൊന്നും വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യത്തിന് ഇതുപോലെ ചില സാധനങ്ങൾ നമ്മൾ മരുന്ന് പോലെ, ഗുളിക പോലെ വിഴുങ്ങേണ്ടതായിട്ട് വന്നേക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിശപ്പും കൊതിയും രണ്ടും രണ്ടാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഗുളിക പോലെ അങ്ങ് വിഴുങ്ങേണ്ടതായിട്ടും വന്നേക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. കൂടുതലായിട്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മൾ എടുത്ത് കളയുമെങ്കിലും കറിവേപ്പില അങ്ങ് വിഴുങ്ങി കഴിക്കുന്നത് നമുക്ക് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യും. പ്രത്യേകിച്ചും പല വൈറ്റമിൻസും ഫൈബർ കണ്ടൻറ്റ് കൂട്ടാനുമൊക്കെ കറിവേപ്പിലയും ചീര ഇലയും അതേപോലെ മുരിങ്ങയിലയും ഒക്കെ ഒത്തിരി സഹായിക്കുന്നതാണ്. മുരിങ്ങയില നമുക്ക് എല്ലാ ദിവസവും ഒരു ഉണ്ടയാക്കി അങ്ങ് വിഴുങ്ങിയെന്നാലും കുഴപ്പമില്ല. നമ്മൾ കൊളസ്ട്രോളും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മുരിങ്ങയില ഒരു ഗുളികയാക്കി അങ്ങ് വിഴുങ്ങുന്നത് പോലും തെറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ തൊടിയിൽ തന്നെ വളരുന്ന പല ഗ്രീൻ
വെജിറ്റബിൾസും നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും നല്ല ശീലം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കിനോ ഉള്ള റിസ്ക് ഉള്ളവർക്ക് ഇപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം നമുക്കിങ്ങനെ പാരമ്പര്യ ഘടകങ്ങളോ മറ്റ് റിസ്ക് ഫാക്ടേഴ്സോ ഡയബറ്റീസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള ഹാബിറ്റ്സ് ഉണ്ടായിരുന്നവർക്ക് പോലും 2ൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മരുന്നുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വന്നേക്കും. അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇപ്പം വിദേശത്തൊക്കെ ഒരു 50 വയസ്സ് കഴിയുന്ന എല്ലാ ഡോക്ടേഴ്സിനും തന്നെ ഈ ബ്ലഡ് തിന്നേഴ്സ്, എക്കോസ്പ്രിൻ പോലുള്ള മരുന്നുകൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് ആയിട്ട് പോലും ബേബി ആസ്പിരിൻ എന്നൊക്കെയുള്ള പേരിൽ സൂപ്പർ മാർക്കറ്റിൽ പോലും അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളെ ഭയപ്പെട്ട്, ശരിക്കും മരുന്നുകളല്ല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ അണ്ടർലൈയിങ് എല്ലാം ഡിസീസസ് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂട്ടുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമ്മൾ പണ്ടത്തെ നമ്മുടെ ചരിത്രത്തിലോട്ട് തിരിഞ്ഞു നോക്കിയെന്നാൽ അറിയാം, പണ്ടുള്ള മഹാരാജാക്കന്മാരൊക്കെ ആ സമയത്ത് ഏറ്റവും നന്നായിട്ട് ആരോഗ്യം പരിപാലിക്കാൻ കെൽപ്പുള്ള ആൾക്കാർ പോലും ഒരു 50 വയസ്സ് പിന്നിട്ടുള്ളവർ വളരെ കുറവാണ്. മിക്ക തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണെങ്കിലും ഒക്കെ കൊച്ചി മഹാരാജാക്കന്മാരാണെങ്കിലൊക്കെ 40കളിലൊക്കെ മരിച്ചു പോയിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. 50 വയസ്സ് പിന്നിട്ടുള്ളവർ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ നമുക്കറിയാം. ഇന്ന് നമ്മുടെ മെഡിക്കൽ സയൻസ് ഇത്രയും വികസിച്ച് കഴിഞ്ഞപ്പോൾ, ഇത്രയും അധികം നോളജ് കിട്ടിയപ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് അറിഞ്ഞു. ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പോൾ TMT ചെയ്യുമ്പോഴോ, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ, ആൻജിയോഗ്രാം ചെയ്യുമ്പോഴോ ഒക്കെ ബ്ലോക്കിൻ്റെ പെർസെൻറ്റേജ് പോലും നമുക്ക് അറിയാൻ പറ്റി എന്നുള്ളത് കൊണ്ട് നമുക്ക് നേരത്തെ തന്നെ അതിന് വേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സും സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്പാൻ ഇത്രയധികം ഇമ്പ്രൂവ് ചെയ്തത് തന്നെ. ഇപ്പോൾ നമ്മൾ പ്രായമായ പലരിലും ഇപ്പം പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണല്ലോ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അത് വളരെ അപൂർവമായിട്ട് മാത്രമേ 80ഉം 90ഉം വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാരുള്ളൂ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നോക്കിയെന്നാൽ അറിയാം. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ മുമ്പുള്ള തലമുറകളൊക്കെ ചിലപ്പോൾ ഒരു 50 മാക്സിമം ഒരു 60 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നവരാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളിലും എക്സസൈസിലും സ്ട്രെസ് റിലീഫിലും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിലൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പല ആൾക്കാർക്കും നല്ലൊരു ഉറക്കം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് മരുന്ന് കഴിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. പണ്ടത്തെ മലയാള സിനിമകളിലൊക്കെ ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന നടിമാരുടെയൊക്കെ ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഇന്ന് സ്ലീപ്പ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയുണ്ട്. അത് പൾമണോളജിയുടെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ഉറക്കത്തിലുള്ള ശ്വാസഗതിയുടെ വ്യത്യാസം മനസ്സിലാക്കുകയും ഉറക്കത്തിനിടയിലുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലും ഉണ്ടാകാനുള്ള സാധ്യതയെ പോലും വിലയിരുത്തുകയാണ് നമ്മൾ പോളിസോംനോഗ്രഫി പോലുള്ള സ്ലീപ്പ് സ്റ്റഡീസ് ടെസ്റ്റുകളിൽ ചെയ്യുന്നത്. എന്നിട്ട് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത സ്ലീപ്പ് ഇൻഡ്യൂസേഴ്സ് പോലുള്ള മരുന്നുകളും സ്ലീപ്പ് മെയിൻ്റനൻസ്, ചിലർക്ക് രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്തരത്തിലുള്ള മരുന്നുകളും, എന്നാൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ലീപ്പിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള മരുന്നുകളുമൊക്കെ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അതുപോലെ ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകളും ആങ്സൈറ്റി മരുന്നുകളൊക്കെ ചിലപ്പോൾ നമ്മളതിൻ്റെ ആ സോഷ്യൽ സ്റ്റിഗ്മയെ മാറ്റിവെച്ച് ഇതിന് ആവശ്യമായിട്ടുള്ള വൈദ്യശാസ്ത്ര സഹായം തേടാനായിട്ട് പ്രത്യേകം ഓർക്കുക. നമ്മൾ ഓർക്കുക, മരുന്നുകളല്ല നമുക്ക് സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൈഡ് ഇഫക്റ്റിനോളം വരില്ല. ഇപ്പം പ്രമേഹമുള്ളവർക്ക് പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ചിട്ടല്ല കിഡ്നി അഫക്റ്റഡ് ആവുന്നത്. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അത് പ്രമേഹം ഡയഗ്നോസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കൃത്യമായിട്ടുള്ള നിർണയത്തിലൂടെ, കൃത്യമായ മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ, നമ്മുടെ ജീവിതചര്യ ക്രമീകരണത്തിലൂടെ വരുതിയിൽ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.